ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടുള്ള സേമിയ ഉപ്മ അല്ലെങ്കിൽ നമ്മുടെ വെർമിസെല്ലി ഉപ്മാവാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്ക് വേഗം തന്നെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ പാൻ ചൂടാവാനായിട്ട് ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്കുള്ള കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായതിനു ശേഷം ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കടുക് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് പൊട്ടി വരട്ടെ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇഞ്ചിയാണ്. 1 ടീസ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതാക്കി സ്മോളായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് കറി ലീവ്സ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ റവ ഉപ്മാവൊക്കെ കഴിക്കാത്തവർക്ക് പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഈ ഒരു വെർമിസെല്ലി ഉപ്മ. പിന്നെ നല്ല ഹെൽത്തിയാണ്, നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്മാവ് തന്നെയാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഇഞ്ചി ഒന്ന് മൂത്ത് വരട്ടെ. ഇഞ്ചി മൂത്തതിന് ശേഷം ഇതാ കറി ലീവ്സ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതിൻ്റെയൊക്കെ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഒരു ചുവന്ന മുളക്, നമ്മുടെ ഉണങ്ങിയ വറ്റൽ മുളക് ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതാക്കി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് ഈ ഒരു ഇതിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കണം നമുക്ക്. സവാള നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ് ആണ്. ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് സ്ക്വയർ പീസസ് ആക്കിയിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരല്പം ബീൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബീൻസ് ഇഷ്ടമില്ലാത്തവരുണ്ടാവും, അവർക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുക. ബീൻസ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹെൽത്തിയാണ്. ഇനി ഇത് ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഈ ഒരു വെജിറ്റബിൾ മിക്സ് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് അതിലേക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഞാനൊരു കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പോളം വെള്ളം ചേർത്തു. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ആ വെള്ളം ഒന്ന് തിളച്ച് വരണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു ലിഡ് വെച്ചിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ്സ് എടുക്കുള്ളൂ. അപ്പോൾ ഇതായിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് വെർമിസെല്ലി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ വെർമിസെല്ലി റോസ്റ്റഡ് വെർമിസെല്ലി ആണ്. ഇനിയിപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത് റോസ്റ്റ് ചെയ്യാത്ത വാട്ടിയെടുക്കാത്ത വെർമിസെല്ലി ആണെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർക്കാവൂ. അപ്പോൾ ഇത് റെഡിമെയ്ഡ് ആയിട്ടുള്ള റോസ്റ്റഡ് വെർമിസെല്ലിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ളത് റോസ്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഈ ഒരു വെജിറ്റബിൾ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു 2 മിനിറ്റ്സോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം. പിന്നെ ഇടയ്ക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചു പോവും. അപ്പോൾ ഇതാ വെള്ളം വെറ്റി വരുന്നുണ്ട്. നമ്മുടെ സേമിയൊക്കെ അങ്ങനെ വെന്ത് വരുന്നുണ്ട്. പെട്ടെന്ന് റെഡി ആവുത്. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. സേമിയ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇതാ 2 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സേമിയ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഒരു അല്പം മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കഴിച്ചാലും മതി. അപ്പോൾ ഇത് നമ്മുടെ ഹെൽത്തി ആൻഡ് ക്വിക്ക് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടുള്ള വെർമിസെല്ലി ഉപ്മ അല്ലെങ്കിൽ നമ്മുടെ സേമിയ ഉപ്മ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുടെ ട്രൈ ചെയ്യുക. പിന്നെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.